അടുത്ത സേനാപതി വേണു, പാകിസ്ഥാനിലെ മന്ത്രിമാർക്കും അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയത് ഭാരതത്തിലെ താങ്കളുടെ പാർട്ടിയുടെ ചില നേതാക്കന്മാരുടെ പ്രസ്താവനയാണ്. അതിൽ മാത്രമാണ് അവർ ആഹ്ലാദം കണ്ടെത്തിയത്. അവരുടെ സൈനിക മേധാവി പോലും ഒളിവിൽ പോയി എന്ന വാർത്തയാണ് പുറത്ത് വരുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു നിയന്ത്രണം വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രസ്താവനകൾ പാടില്ല എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ കാര്യ സമിതിയൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ തിരിച്ചടി വൈകുന്നു എന്ന പരാതി കോൺഗ്രസിന് ഉണ്ടോ? നമ്പ്യാര്, വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് രാജ്യം യുദ്ധത്തിലേക്ക് പോകണമോ എന്നുള്ളതാണ്. സമയം വൈകിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ആർക്കും മറുപടി പറയാൻ പറ്റത്തില്ല. കാരണം അതിന് ഉചിതമായ സമയം എടുക്കേണ്ട ഒരു ഘട്ടം വന്നിരിക്കും. ഇപ്പോ ഞാന് സൈന്യത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയിൽ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയുന്നു, ഒരു ഫുൾ ഫ്ലെഡ്ജിൽ വാറിലേക്ക് ഇപ്പൊ നമ്മൾ പോവുകയല്ല. അത് പോകാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. ഇപ്പോ യുദ്ധത്തെക്കാൾ ഉപരി ഒരു ടാക്ടിക്കൽ വാറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതേ നടക്കുകയുള്ളൂ. അത് ഒന്ന്, രാജ്യത്തിനകത്ത് നുഴഞ്ഞു കയറിയിരിക്കുന്ന ഭീകരരെ അവരെ എത്രയും പെട്ടെന്ന് അവരുടെ താവളങ്ങളിൽ കണ്ടെത്തുക, അവരെ നശിപ്പിക്കുക. രണ്ട്, ഈ ഭീകരരുടെ ലോഞ്ചിങ് പാടുകൾ, ഈ അതിർത്തിക്കപ്പുറത്തേക്ക് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനപ്പുറത്തേക്കുള്ള ഭീകരരുടെ ലോഞ്ചിങ് പാടുകൾ, അവിടെ ചില ആക്രമണങ്ങൾ നടത്തുക. അതുപോലെ തന്നെ ഇവിടെ പലേരി സാർ പറഞ്ഞതുപോലെ ശത്രുവിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള, അതിപ്പോ ഓൾറെഡി അവര് സമ്മർദ്ദത്തിൽ തന്നെ ആയിട്ടുള്ളതാണ്. പിന്നെ ആ സമ്മർദ്ദത്തിൽ കൂടുതൽ സമ്മർദ്ദത്തിൽ അവരെ ആക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് പാകിസ്ഥാനെ ബോംബിട്ട് മരുഭൂമിയാക്കാനോ അങ്ങനെയൊന്നും നടക്കുമെന്നോ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അവരുടെ ശക്തിയെ അതിനെ കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് മേൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ. ഇപ്പൊ പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ഞാൻ ഈ ചർച്ച തുടങ്ങാൻ വൈകിയത് കൊണ്ട് ചുമ്മാ പഴയ ആ ചരിത്ര പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുകയായിരുന്നു. യാഖ്യാഖ്യാന് ശേഷമുള്ള പാകിസ്ഥാന്റെ ഭരണാധികാരികളുടെ ചരിത്രം നമ്പ്യാരെ ഒന്ന് പരിശോധിച്ചോ. ഭൂട്ടോയെ അവർ തന്നെ തൂക്കിലേറ്റി. ഭൂട്ടോയെ തൂക്കിലേറ്റിയ സിയാഉൽ ഹക്കിനെ അവരുടെ തന്നെ വിമാന അപകടത്തിൽ അത് അവരുടെ സൈന്യം തന്നെ ചെയ്തു എന്നാണ് പറയുന്നത്. സിയാഉൽ ഹക്കിന്റെ കാര്യം. സിയാഉൽ ഹക്കിന് ശേഷം ബനസീർ ഭൂട്ടോയെ തുടർന്നു വന്ന പർവേസ് മുഷറഫിന്റെ സൈന്യമാണ് വധിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. പർവേസ് മുഷറഫിന് അവസാനം എന്തുണ്ടായി? രാജ്യത്ത് നിൽക്കാൻ പറ്റാതെ ദുബൈയിൽ അഭയം തേടി അവസാനം അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയാണ് നാട്ടിൽ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ പുറത്താക്കിയ നവാസ് ഷെറീഫ് രാജ്യത്ത് പോലും നിൽക്കാൻ പറ്റിയില്ല. ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ സമീപകാലത്ത് അധികാരത്തിൽ വന്ന പാകിസ്ഥാൻ തെഹരി ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ്, നമ്മുടെ പഴയ ക്രിക്കറ്റ് താരം ഇമ്രാൻ ഖാൻ, അദ്ദേഹം ജയിലിൽ കഴിയുന്നു. അപ്പോ ഇനി ഇതിന്റെ ഇടയ്ക്കാണ് പുതിയ സൈന്യാധിപൻ വന്നിരിക്കുന്നത്, ശ്രീ മുനീർ, അസീം മുനീർ. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? കശ്മീർ എന്ന് പറയുന്നത് ഞങ്ങളുടെ കണ്ടനാളമാണ്, നെറവാണ്, പിടിച്ചെടുക്കും. അവിടെ ഒരു സെനറ്റ് അംഗം പ്രസംഗിക്കുന്നത് കേട്ടു. എന്താ പറഞ്ഞേ, അയോധ്യയിലെ ക്ഷേത്രം തകർത്തതിന് ശേഷം ഇതൊക്കെ പാകിസ്ഥാനിൽ ഈ സൈസ് വിവരദോഷിയാണ്. അതായത് അവിടെ ഭരണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരിക്ക് നിൽക്കാൻ പറ്റാതെ അവന്റെ ജീവിതം അപകടത്തിലായി ഒന്നുകിൽ രാജ്യം വിട്ട് ഓടുക അല്ലെങ്കിൽ ജയിലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ചരിത്രം. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ അസീം മുനീറിനെ സംബന്ധിച്ച് അദ്ദേഹം മേജർ ജനറൽ ആയിരുന്ന കാലഘട്ടത്തിൽ ISIയുടെ തലവനായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധത അതികഠിനമായി അതിശക്തമായി നിൽക്കുന്ന ഒരാള് എന്നുള്ള നിലയിൽ ഇപ്പോ അദ്ദേഹം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം നമ്മൾ സമീപകാലത്ത് കണ്ടു. പെഷാവാറിൽ നിന്ന് കൊറ്റയിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ്, അത് ബലൂചിസ്ഥാൻ ഭീകരർ തടഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ അസമാധാനവും ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ അവര് പഴയ ആയുധം പ്രയോഗിക്കുന്നു. എന്താ? ഇന്ത്യ വിരുദ്ധത. പക്ഷേ ഇത്തവണ ഇന്ത്യ അത് ക്ഷമിക്കില്ല എന്ന് മാത്രമല്ല, ഇവിടെ നമ്മൾ രാഷ്ട്രീയമായ ഒരു അഭിപ്രായ ഭിന്നതയും പറയുന്ന ഒരു ഘട്ടമല്ല. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വം വളരെ കൃത്യമായിട്ട് തന്നെ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ പോയതോ ആയ കാര്യങ്ങൾ തിരുത്തണം. ഇപ്പോൾ ഗവൺമെന്റിനൊപ്പം നമ്മൾ നിൽക്കണം. ഗവൺമെന്റ്
ഇന്ന് പ്രവർത്തിക്കുമോ നാളെ പ്രവർത്തിക്കുമോ അത് നമുക്ക് എന്താ പറഞ്ഞേ പുറത്തിരുന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനൊക്കെ വലിയ വിദഗ്ധന്മാരും തന്ത്രശാലികളും അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ ടാർഗറ്റിലാണ് ആക്രമണം നടത്തേണ്ടത് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ തീരുമാനിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാൻ അത് ലോകം പോലും അനുവദിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ ഉണ്ടാവും. നമ്മളെ സഹായിക്കുന്ന രാജ്യങ്ങളാണ് ഇപ്പോൾ 90% ഉള്ളത്. അവരുടെ വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഒരു കാര്യം ഞാനൊരു പോസിറ്റീവായിട്ട് കാണുന്നു. ഇത് ഇന്ത്യയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദത്തിനും ഇന്ത്യയെ തകർക്കുന്നതിനുള്ള പാകിസ്ഥാന്റെ പ്രവർത്തനത്തിന്റെയും ഒരു എൻഡായി ഇത് മാറും. അതിനുള്ള വഴി അവർ തന്നെ ഒരുക്കിയിരിക്കുന്നു എന്നാണ് എന്റെ ഒരു പരിമിതമായ. തീർച്ചയായും അതെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വെച്ചിരിക്കുന്നത്.